ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HST നാച്ചുറൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് 2022 പാർട്ട് 3. ക്വസ്റ്റ്യൻ നമ്പർ 36. ചക്കച്ചുള സസ്യശാസ്ത്രപരമായി എന്താണ്? ചക്കച്ചുള സസ്യശാസ്ത്രപരമായി എന്താണ്? ഓപ്ഷൻ എ അണ്ഡാശയഭിത്തി, ഓപ്ഷൻ ബി വിത്തുകവചം, ഓപ്ഷൻ സി ദളവിതളങ്ങൾ, ഓപ്ഷൻ ഡി ഭ്രൂണസഞ്ചി. ചക്കച്ചുള എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ട്രോപ്പിക്കൽ ഫ്രൂട്ട് സ്പീഷീസ് ബിലോങ്ങിങ് ടു ദ ഫാമിലി മൊറേസിയെ. ഇതൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് സ്പീഷീസ് ആണ്, മൊറേസിയെ ഫാമിലിയിൽ പെടുന്നവയാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. അതിൻ്റെ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് സസ്കുലൻ്റ് പെരിയാന്താണ്. സസ്കുലൻ്റ് പെരിയാന്താണ് എഡിബിൾ പാർട്ട്. ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസിൻ്റെ എഡിബിൾ പാർട്ട് ഏതാണ്? സസ്കുലൻ്റ് പെരിയാന്ത്. അപ്പോൾ ഈ സസ്കുലൻ്റ് പെരിയാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവിൻ്റെ കായിക ഭാഗമാണ്, പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗമല്ല. പെരിയാന്തിൽ ദളപുടം, വിതളം എന്നിവ അടങ്ങിയിരിക്കുന്നു. പെരിയാന്തിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ദളപുടം, വിതളങ്ങൾ എന്നിവ കാണപ്പെടുന്നു. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ദളവിതളങ്ങൾ. എന്താണ്? ദളവിതളങ്ങൾ. ഒന്നുകൂടെ, ചക്കച്ചുള സസ്യശാസ്ത്രപരമായി ദളവിതളങ്ങളാണ്. ദളവിതളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടോകാർപ്പസ് ഹെലോഫിലസിൻ്റെ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് ഈ സസ്കുലൻ്റ് പെരിയാന്ത് എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ കായിക ഭാഗമാണ്, പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗം അല്ല. പെരിയാന്തിലെ ദളപുടം, വിതളം എന്നിവ അടങ്ങിയിരിക്കുന്നു. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ദളവിതളങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. സസ്യ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ബെന്തം ഹുക്കർ എന്നീ ശാസ്ത്രജ്ഞന്മാർ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ ഹിസ്റ്റോറിയ പ്ലാന്റേറം, ഓപ്ഷൻ ബി ജനറ പ്ലാന്റേറം, ഓപ്ഷൻ സി സ്പീഷീസ് പ്ലാന്റേറം, ഓപ്ഷൻ ഡി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ജനറ പ്ലാന്റേറം. ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്ന ഹിസ്റ്റോറിയ പ്ലാന്റേറം എഴുതിയത് ആരാണെന്ന് നോക്കാം. ഹിസ്റ്റോറിയ പ്ലാന്റേറം ബൈ തിയോഫ്രാസ്റ്റസ്. This Historia Plantarum is also called Enquiry into Plants. എന്താണ്? Enquiry into Plants. ഇത് എഴുതപ്പെട്ട കാലഘട്ടം സി 350 BC ആൻഡ് സി 287 BC. ഹിസ്റ്റോറിയ പ്ലാന്ററം 1686 ഈ ഒരു പേരിൽ തന്നെ, ഹിസ്റ്റോറിയ പ്ലാന്ററം എന്ന് പറയുന്ന ഈ ഹിസ്റ്റോറിയ പ്ലാന്ററം എന്ന പേരിൽ തന്നെ ജോൺ റേ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് 1686. ഹിസ്റ്റോറിയ പ്ലാന്ററം എന്ന പേരിൽ തന്നെ ജോൺ റേ 1686 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്റോറിയ പ്ലാന്ററം എന്ന് പറയുന്ന ആ ഒരു പേരുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ കാലഘട്ടങ്ങളിലനുസരിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. ഹിസ്റ്റോറിയ പ്ലാന്ററം ഹാസ് ബീൻ യൂസ്ഡ് ആസ് ഓൾ ഓർ പാർട്സ് ഓഫ് ദ നെയിം ഓഫ് സെവറൽ ബുക്സ് വിച്ച് ഇൻക്ലൂഡ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം ഇൻ 1586, അത് ജാക്കസ് ഡെയിൽ ക്യാംപ്സ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന ഒരു ഹിസ്റ്റോറിയ പ്ലാന്ററം എന്ന് പറയുന്നത് എന്താണ്? തിയോഫ്രാസ്റ്റസ്. ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ആരാണ് എഴുതിയിരിക്കുന്നത്? ചാൾസ് ഡാർവിൻ. എല്ലാവർക്കും അറിയാവുന്നതാണ് ഒറിജിൻ ഓഫ് സ്പീഷ്യസ്, റിട്ടൺ ബൈ ചാൾസ് ഡാർവിൻ. ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫൗണ്ടേഷൻ ഓഫ് എവല്യൂഷണറി ബയോളജി. അടുത്തത് സ്പീഷ്യസ് പ്ലാന്ററം ഇസ് എ ബുക്ക് ബൈ കാൾ ലിനേയസ് ഇൻ 1753, പബ്ലിഷ്ഡ് ഇൻ 1753. which lists every species of plant known at the time classified into genera, and it is the first work to consistently apply binomial names and was the starting point for the naming of plant. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സ്പീഷീസ് പ്ലാന്റേറം ബൈ കാൾ ലിനേയസ് ഇൻ 1753. അതുപോലെ ബൈനോമിയൽ നെയിംസ് ആ ഒരു ടേം കൊണ്ടുവന്നത് ആരാണ്? കാൾ ലിനേയസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38. എപ്പിഗൈനസ് അണ്ഡാശയം താഴെ പറയുന്നവയിൽ ഏത് സസ്യ കുടുംബത്തിലാണ് കാണപ്പെടുന്നത്?
ഓപ്ഷൻ എ ആസ്റ്ററേസി, ഓപ്ഷൻ ബി റൂബിയേസി, ഓപ്ഷൻ സി അപ്പോസൈനേസി, ഓപ്ഷൻ ഡി എ ആൻഡ് ബി. ആൻസർ ഓപ്ഷൻ ഡി എ ആൻഡ് ബി ആണ്. എപ്പിഗൈനസ് അണ്ഡാശയം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത് is one where the floral parts such as sepals, petals and stamens rise from the ടോപ്പ് ഓഫ് ദ ഓവറി. ഓവറിയുടെ ടോപ്പ് പോർഷനിൽ നിന്നാണ് സെപ്പൽസും പെറ്റൽസും സ്റ്റേമൻസും എറൈസ് ചെയ്യുന്നത് എങ്കിൽ അത്തരം ഫ്ലവറിന് പറയുന്ന പേരാണ് എപ്പിഗൈനസ്. എന്താണ്? എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നു. ഇതിന് എക്സാമ്പിൾ സൺഫ്ലവർ, കൊറിയാൻഡർ, ആപ്പിൾ. ഇപ്പോൾ ഇവിടുത്തെ ഗൈനേഷ്യം എന്ന് പറയുന്നത് ഇൻഫീരിയറും മറ്റ് ഫ്ലോറൽ പാർട്സ് എന്ന് പറയുന്നത് സുപ്പീരിയറും ആയിരിക്കും. ഗൈനേഷ്യം ഇൻഫീരിയറും അല്ലെങ്കിൽ ഓവറി ഇൻഫീരിയറും മറ്റ് പോർഷൻസ് എന്ന് പറയുന്നത് സുപ്പീരിയറും ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 39. ഇന്ത്യൻ റബ്ബർ മരം എന്ന് വിശേഷിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഹിവിയ ബ്രസീലിയൻസിസ്, ഓപ്ഷൻ ബി ഫൈക്കസ് ഇലാസ്റ്റിക്ക, ഓപ്ഷൻ സി ഫൈക്കസ് ബംഗാളെൻസിസ്, ഓപ്ഷൻ ഡി ബി ആൻഡ് സി. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫൈക്കസ് ഇലാസ്റ്റിക്ക. എന്താണ് ഫൈക്കസ് ഇലാസ്റ്റിക്ക? ഫൈക്കസ് ഇലാസ്റ്റിക്കയുടെ കോമൺ നെയിം ഇന്ത്യൻ റബ്ബർ മരം ആൻഡ് ഗ്രോൺ ആസ് എ പോപ്പുലർ ഓർണമെൻ്റൽ ഹൗസ് പ്ലാന്റ് ആണ്, ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻ ടെമ്പറേറ്റ് ക്ലൈമറ്റ്. അടുത്തത് ഹിവിയ ബ്രസീലിയൻസിസ്, നേറ്റീവ് ടു റെയിൻ ഫോറസ്റ്റ് ഇൻ ദ ആമസോൺ റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക. ഫൈക്കസ് ബംഗാളെൻസിസ് ഇസ് commonly called as banyan tree. So answer is Ficus elastica, commonly called Indian rubber മരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. കേരളത്തിൽ മരച്ചീനി ഒരു ഭക്ഷ്യവിളയായി ആദ്യം പരിചയപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ എ ശ്രീ വിശാഖം തിരുനാൾ, ഓപ്ഷൻ ബി ശ്രീ മൂലം തിരുനാൾ, ഓപ്ഷൻ സി സർ സി പി രാമസ്വാമി അയ്യർ, ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. കേരളത്തിൽ മരച്ചീനി ഒരു ഭക്ഷ്യവിളയായി ആദ്യം പരിചയപ്പെടുത്തിയത് ശ്രീ വിശാഖം തിരുനാൾ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. സസ്യകോശഭിത്തിയിലെ മിഡിൽ ലാമലയിൽ കാണപ്പെടുന്ന പ്രധാന ധാതുമൂലകം. ഓപ്ഷൻ എ ഫോസ്ഫറസ്, ഓപ്ഷൻ ബി കാൽസ്യം, ഓപ്ഷൻ സി മഗ്നീഷ്യം, ഓപ്ഷൻ ഡി ബി ആൻഡ് സി. സസ്യകോശഭിത്തിയിലെ മിഡിൽ ലാമലയിൽ കാണപ്പെടുന്ന പ്രധാന ധാതുമൂലകം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബി ആൻഡ് സി. ബി എന്ന് പറയുന്നത് കാൽസ്യവും സി എന്ന് പറയുന്നത് മഗ്നീഷ്യവുമാണ്. കാൽസ്യം പെക്റ്റേറ്റും മഗ്നീഷ്യം പെക്റ്റേറ്റ് ഈ ഫോമിലാണ് മിഡിൽ ലാമല്ലയിൽ ധാതു മൂലകം കാണപ്പെടുന്നത്. മിഡിൽ ലാമല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിൽ ലാമല്ല ഈസ് എ ലെയർ and is mainly present between the primary cell walls of adjacent cells. രണ്ട് സെല്ലുകളുടെ പ്രൈമറി സെൽ വോൾസിന് ഇടയിലായിട്ട് കാണപ്പെടുന്ന ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഒരു റീജിയനെയാണ് മിഡിൽ ലാമല്ല എന്ന് പറയുന്നത്. ഈ മിഡിൽ ലാമല്ലയിൽ കാണപ്പെടുന്ന ധാതു മൂലകങ്ങളാണ് കാൽസ്യം പെക്റ്റേറ്റും മഗ്നീഷ്യം പെക്റ്റേറ്റും, വിച്ച് ഹോൾഡ്സ് ഓർ ഗ്ലൂസ് ദ ഡിഫറൻറ്റ് നൈബറിംഗ് സെൽസ് ടുഗദർ. അവയുടെ ഫംഗ്ഷൻ എന്താണ്? നൈബറിംഗ് സെൽസിനെ ഒന്നിച്ച് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ദ സെൽ വോൾ ആൻഡ് മിഡിൽ ലാമല്ല മേ ബി ട്രാൻസ്പേസ്ഡ് ബൈ പ്ലാസ്മോഡെസ്മേറ്റ. പ്ലാസ്മോഡെസ്മേറ്റ വഴി ഈ സെൽ വോളിനെയും മിഡിൽ ലാമല്ലയും ട്രാൻസ്വേഴ്സ് ചെയ്ത് വരികയും അവ സൈറ്റോപ്ലാസം നൈബറിംഗ് സെൽസിലുള്ള സൈറ്റോപ്ലാസത്തെ തമ്മിൽ കണക്ട് ചെയ്യുകയും പ്ലാസ്മോഡെസ്മേറ്റ വഴി കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. ദ സെൽ വോൾ ആൻഡ് മിഡിൽ ലാമല്ല മേ ബി ട്രാൻസ്വേഴ്സ്ഡ് ബൈ പ്ലാസ്മോഡെസ്മേറ്റ വിച്ച് കണക്ട് ദ സൈറ്റോപ്ലാസം ഓഫ് നൈബറിംഗ് സെൽസ്. സോ ദ മിഡിൽ ലാമല്ല എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ലെയർ മെയിൻലി ഓഫ് കാൽസ്യം പെക്റ്റേറ്റ് ആൻഡ് മഗ്നീഷ്യം പെക്റ്റേറ്റ് വിച്ച് ഹോൾഡ്സ് ഓർ ഗ്ലൂസ് ദ ഡിഫറൻറ്റ് നൈബറിംഗ് സെൽസ് ടുഗദർ ആൻഡ് ഇസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ പ്രൈമറി സെൽ വോൾസ് ഓഫ് അഡ്ജസൻറ്റ് സെല്ല്. സെല്ലിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള സെല്ലുകളുടെ പ്രൈമറി സെൽ വോൾസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ആ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിരിക്കുന്ന റീജിയന് പറയുന്ന പേരാണ് മിഡിൽ ലാമല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42.
സംവഹന കലകൾ സൈലം ആൻഡ് ഫ്ലോയം ഏതുതരം കോശങ്ങളിൽ നിന്നും രൂപപ്പെടുന്നു? ഓപ്ഷൻ എ ഡെർമറ്റോജൻ, ഓപ്ഷൻ ബി പെരിബ്ലം, ഓപ്ഷൻ സി പ്ലീറോം, ഓപ്ഷൻ ഡി പെരിഡേ. ആൻസർ ഈസ് ഓപ്ഷൻ സി പ്ലീറോം. ആൻസർ ഈസ് ഓപ്ഷൻ സി പ്ലീറോം. ക്വസ്റ്റ്യൻ എന്താണ്? സംവഹന കലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സംവഹന കലകൾ എന്ന് പറഞ്ഞാൽ സൈലവും ഫ്ലോയവും. എന്താണ്? സൈലവും ഫ്ലോയവും. സംവഹന കലകൾ എന്ന് പറഞ്ഞാൽ സൈലവും ഫ്ലോയവും. ഈ സൈലവും ഫ്ലോയവും ഏതുതരം കോശങ്ങളിൽ നിന്നും രൂപപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി പ്ലീറോം. എന്താണ് പ്ലീറോം? പ്ലീറോം എന്താണ് എന്ന് നോക്കുന്നതിന് മുൻപായിട്ട് ഹിസ്റ്റോജൻസ്, പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഹിസ്റ്റോജൻസ് ഏതെല്ലാം എന്നൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ പെരിബ്ലം, സെക്കൻഡ് വൺ ഡെർമറ്റോജൻ, തേർഡ് വൺ പ്ലീറോം, ഫോർത്ത് വൺ കാലിപ്ട്രോജൻ. ഇപ്പം ഇവയൊക്കെയാണ് ഹിസ്റ്റോജൻസ്. ഏതെല്ലാമാണ്? പെരിബ്ലം, ഡെർമറ്റോജൻ, പ്ലീറോം, കാലിപ്ട്രോജൻ. ഇതിൽ നമ്മുടെ ആൻസർ എന്തായിരുന്നു? പ്ലീറോം ആണ് അല്ലേ? പ്ലീറോം എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റീലിൻ്റെ ഫോർമേഷനെ കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചിരുന്നു. അതിനകത്ത് ഹിസ്റ്റോജൻ തിയറി അനുസരിച്ചാണ് സ്റ്റീലിൻ്റെ ഫോർമേഷനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്റോജൻ തിയറി അനുസരിച്ചാണ് സ്റ്റീലിൻ്റെ ഫോർമേഷനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ പ്രൈമറി മെരിസ്റ്റം, ഓരോ പ്ലാന്റിൻ്റെ പാർട്ടിലെ പ്രൈമറി മെരിസ്റ്റം, അതിൻ്റെ സെൻട്രൽ കോർ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന എന്താണ്? സ്റ്റീൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പം സ്റ്റെല്ലാർ റീജിയൻ റൂട്ടിൻ്റെ ടിപ്പിലൊക്കെയാണ് കാണപ്പെടുന്നത്. അതുപോലെ വാസ്കുലർ ടിഷ്യൂസ്, പിത്ത്, പെരിസൈക്കിൾ, ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് റൂട്ടിൻ്റെ ടിപ്പിലാണ് കാണപ്പെടുന്നത്. പ്ലീറോം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലീറോം എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ പാർട്ടിലെ പ്രൈമറി മെരിസ്റ്റം, ആ പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ സെൻട്രൽ കോറിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരുന്ന, അതായത് സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്റ്റീൽ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ദി ഹിസ്റ്റോജൻ തിയറി. അപ്പോൾ ഇങ്ങനെ റൂട്ടിൻ്റെ ടിപ്പാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സ്റ്റെല്ലാർ റീജിയൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വാസ്കുലർ ടിഷ്യൂ, വിത്ത് പെരിസൈക്കിൾ. അപ്പോൾ ഈ ഒരു 3 റീജിയൻസോട് കൂടി ആണ് റൂട്ടിൻ്റെ ടൈപ്പിൽ കാണപ്പെടുന്ന സ്റ്റെല്ലാർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൽസ് ഓഫ് ദ പ്ലീറോം ഡെവലപ്പ് ഇൻ ടു പ്രോകേമ്പിയം ടു ഫോം ദ വാസ്കുലർ ബണ്ടിൽ. അപ്പോൾ ഈ പ്ലീറോമിലുള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? പ്രോകേമ്പിയം ഫോം ചെയ്യുകയും ഈ പ്രോകേമ്പിയത്തിൽ നിന്നുമാണ് പിന്നെ എന്തുണ്ടാകുന്നത്? വാസ്കുലർ ബണ്ടിൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലവും ഫ്ലോയവുമാണ്. വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്കുലർ ബണ്ടിൽസ് സൈലവും ഫ്ലോയവുമാണ്, സംവഹന കലകളാണ്. അപ്പം സംവഹന കലകൾ ഫോം ചെയ്യുന്നത് ഏത് ഹിസ്റ്റോജനിൽ നിന്നാണ്? പ്ലീറോമിൽ നിന്നുമാണ് അല്ലേ? ഏത് കോശങ്ങളിൽ നിന്നാണ്? പ്ലീറോമിൽ നിന്ന്. അടുത്തത് നമുക്ക് പറയുവാനുള്ളത്, നമുക്ക് ഓപ്ഷൻസിൽ പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഡെർമറ്റോജൻ ആണ്. ഡെർമറ്റോജൻ എന്താണ്? ഡെർമറ്റോജൻ എന്ന് പറയുന്ന ഒരു പ്രൈമറി മെരിസ്റ്റമാണ്. അത് കൂടുതൽ പ്ലാന്റിൻ്റെ ഏറ്റവും മോസ്റ്റ് ഔട്ടർ ലെയർ ഫോം ചെയ്യുന്നതിന് വേണ്ടിയും പ്ലാന്റിൻ്റെ മറ്റു പാർട്സൊക്കെ ഫോം ചെയ്യുന്നതിന് വേണ്ടിയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രൈമറി മെരിസ്റ്റം ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന എന്താണ്? എപ്പിഡെർമിസ് ആണ്. എന്താണ്? എപ്പിഡെർമിസ്. അപ്പം ഡെർമറ്റോജൻ എന്ന് പറയുന്നതും ഒരു പ്രൈമറി മെരിസ്റ്റമാണ്. അത് പ്ലാന്റിൻ്റെ ഔട്ടർ ലെയറൊക്കെ ഫോം ചെയ്യുന്നത് ഡെർമറ്റോജൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെർമറ്റോജൻ എന്ന് പറയുന്ന പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ ഡിവിഷൻ കൊണ്ടാണ്. മെയിനായിട്ടും ഫോം ചെയ്യുന്ന ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഡെർമറ്റോജൻ്റെ ഡിവിഷൻ കൊണ്ടുണ്ടാകുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. പ്ലാന്റിൻ്റെ എപ്പിഡെർമിസിൻ്റെ ഫോർമേഷനെയാണ് കാരണമാകുന്നത് ഡെർമറ്റോജൻ ആണ്. ഡെർമറ്റോജൻ എന്ന് പറയുന്ന പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ ഡിവിഷൻ കൊണ്ടാണ്. ഇനി അടുത്ത എന്താണ്? കാലിപ്ട്രോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലെയർ ആണ് കാലിപ്ട്രോജൻ എന്ന് പറയുന്നത്. എന്താണ് കാലിപ്ട്രോജൻ എന്ന് പറയുന്നത്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അഡീസ് ഓഫ് റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസ് പ്രസൻറ്റ് അറ്റ് ദ റൂട്ട് ടിപ്പ്. അപ്പോൾ റൂട്ടിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന വളരെ സ്പീഡായിട്ട് ഡിവൈഡ് ചെയ്യുന്ന, പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്ന വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലെയറിന് പറയുന്ന പേരാണ് കാലിപ്ട്രോജൻ. കാലിപ്ട്രോജനെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. +1 +2 എല്ലാവരും റൂട്ടിൻ്റെ ടിപ്പ് പഠിക്കുമ്പോൾ, അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. വിച്ച് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ടു ഫോം ദ റൂട്ട് ക്യാപ്പ് ഈസ്
റൂട്ട് ക്യാപ്പ്. അപ്പം ഈ കലിപ്ട്രോജൻ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് റൂട്ട് ക്യാപ്പ് ഫോം ചെയ്യുന്നത്. ആൻഡ് കലിപ്ട്രോജൻ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ലെയർ ഓഫ് റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസ് ആൻഡ് പ്രസൻറ്റ് അറ്റ് ദ root tip and which continuously divide to form ഏത് സ്ട്രക്ചറാണ് റൂട്ട് ക്യാപ്പ്. വാസ്കുലാർ കേന്ദ്രത്തിൽ നിന്ന് ഫോം ചെയ്യുന്നത് ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവും. ഓക്കെ, സോ നെക്സ്റ്റ് ഒരെണ്ണം കൂടെ നമുക്ക് പറയാനുണ്ടല്ലോ. ഏതാണ്? പെരിബ്ലം അല്ലേ? പെരിബ്ലം എന്ന് പറയുന്നത് ഒരു പ്രൈമറി മെരിസ്റ്റമാണ്. ആൻഡ് ഈസ് എ ലെയർ ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇൻ ദ റൂട്ട് ആൻഡ് സ്റ്റെംസ് ഓഫ് പ്ലാന്റ് പാർട്സ്. പ്ലാന്റിൻ്റെ റൂട്ട് പോർഷനിലായാലും സ്റ്റെം പോർഷനിലായാലും കാണപ്പെടുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസാണ് പെരിബ്ലം എന്ന് പറയുന്നത്. ഈ പെരിബ്ലം ഡിവൈഡ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് കോർട്ടെക്സ് ആണ്. പെരിബ്ലം കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നത് കോർട്ടെക്സ് ആണ്. പെരിബ്ലം ഈസ് എ ലെയർ ഓഫ് മെരിസ്റ്റമാറ്റിക്, അതൊരു പ്രൈമറി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ തന്നെയാണ് ഇൻ ദ റൂട്ട്സ് ആൻഡ് ദ സ്റ്റെംസ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് പ്രൊഡ്യൂസ് what type of cells? Cortical cells ആണ്. ദ കോർട്ടെക്സിൻ്റെ ഫോർമേഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ദ കോർട്ടിക്കൽ റീജിയൻ ഓഫ് ദ റൂട്ട് ടിപ്പിൻ്റെ കോർട്ടിക്കൽ റീജിയനിലാണ് പെരിബ്ലം കാണപ്പെടുന്നത്. ആൻഡ് ഇസ് ബിറ്റ്വീൻ ദ ഡെർമറ്റോജൻ ആൻഡ് പ്ലീറോമിൻ്റെയും ഡെർമറ്റോജൻ്റെയും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത് എന്ത്? പെരിബ്ലം കാണപ്പെടുന്നത് എവിടെയാണ്? റൂട്ടിൻ്റെ ടിപ്പിലെ കോർട്ടിക്കൽ റീജിയനിലാണ്. അതുപോലെ തന്നെ പ്ലീറോമിനും ഡെർമറ്റോജനും ഇടയിലാണ് പെരിബ്ലം കാണപ്പെടുന്നത്. പെരിബ്ലം എവിടെയാണ് കാണപ്പെടുന്നത്? ഡെർമറ്റോജനും പ്ലീറോമിനും ഇടയിലാണ്, റൂട്ടിൻ്റെ ടിപ്പിലെ കോർട്ടിക്കൽ റീജിയനിലാണ്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. അപ്പോൾ പെരിബ്ലം എന്ന് പറയുന്നതും ഇസ് വൺ ഓഫ് ദ ഹിസ്റ്റോജൻ ഇൻ ദ എപ്പിക്കൽ മെരിസ്റ്റം അലോങ് വിത്ത് ഡെർമറ്റോജൻ, പ്ലീറോം ആൻഡ് കലിപ്ട്രോജൻ. ഓക്കെ, മനസ്സിലായല്ലോ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, പ്ലീറോം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. സപുഷ്പികളിലെ പോഷണ കലയായ എൻഡോസ്പേം ക്രോമോസോം സംഖ്യയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സപുഷ്പികളിലെ പോഷണകലയായ എൻഡോസ്പേം ക്രോമോസോം സംഖ്യയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ എ ഹാപ്ലോയിഡ്, ഓപ്ഷൻ ബി ഡിപ്ലോയിഡ്, ഓപ്ഷൻ സി ട്രിപ്ലോയിഡ്, ഓപ്ഷൻ ഡി ടെട്രാപ്ലോയിഡ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ട്രിപ്ലോയിഡ്. എന്തുകൊണ്ടാണ് ഈ സപുഷ്പികളെ പോഷണ കലയായ എൻഡോസ്പേം ക്രോമോസോമിൻ്റെ സംഖ്യ ട്രിപ്ലോയിഡ് ആയത്? നമുക്ക് നോക്കാം. എല്ലാവരും +1 +2 ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഇവൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. പോളൻ ട്യൂബിൽ കാണപ്പെടുന്ന 2 മെയിൽ ഗ്യാമറ്റുകൾ സിനർജിഡിൽ കാണപ്പെടുന്ന സൈറ്റോപ്ലാസ്മിക് റീജിയനിലേക്ക് റിലീസ് ചെയ്യുന്നു. പോളൻ ട്യൂബിൽ കാണപ്പെടുന്ന 2 മെയിൽ ഗ്യാമറ്റുകൾ സിനർജിഡിലെ സൈറ്റോപ്ലാസ്മിക് റീജിയനിലേക്ക് റിലീസ് ചെയ്യുന്നു. ഒന്നുകൂടെ, സിനർജിഡിലെ സൈറ്റോപ്ലാസ്മിക് റീജിയനിലേക്ക് പോളൻ ട്യൂബിൽ നിന്നും രണ്ട് മെയിൽ ഗ്യാമറ്റുകളെ റിലീസ് ചെയ്യുന്നു. അത്രയും മനസ്സിലായല്ലോ. ഇനി വൺ ഓഫ് ദ മെയിൽ ഗ്യാമറ്റ് മൂവ് ടുവേഴ്സ് ദ എഗ് സെല്ലിലേക്ക് ഒരു മെയിൽ ഗ്യാമറ്റ് മൂവ് ചെയ്യുന്നു. അപ്പം ഈ 2 മെയിൽ ഗ്യാമറ്റിൽ നിന്നും ഒരു മെയിൽ ഗ്യാമറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? എഗ് സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നു. വൺ ഓഫ് ദ മെയിൽ ഗ്യാമറ്റ് മൂവ്സ് ടുവേഴ്സ് ദ എഗ് സെൽ ആൻഡ് ഫ്യൂസസ് വിത്ത് ഇറ്റ്സ് ന്യൂക്ലിയസ്. അപ്പം എഗ് സെല്ലിൽ കാണപ്പെടുന്ന ന്യൂക്ലിയസുമായിട്ട് ഈ മെയിൽ ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ മെയിൽ ഗ്യാമറ്റും എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഇവിടുത്തെ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? സിംഗമി എന്നാണ്. മെയിൽ ഗ്യാമറ്റും എഗ് സെല്ലും തമ്മിൽ ആ കംപ്ലീറ്റ് ഫ്യൂഷൻ പ്രോസസ്സിന് പറയുന്ന പേരാണ് സിംഗമി എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടെ, മെയിൽ ഗ്യാമറ്റ് ഹാപ്ലോയിഡ് ആണ്, അത് എഗ് സെല്ല് അതും ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ മെയിൽ ഗ്യാമറ്റ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമറ്റും ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ് സെല്ലും ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ല് ഫോം ചെയ്യുന്നു. അതാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമറ്റ് completely fused with egg cell, haploid egg cell, and form a diploid cell. This is known as zygote. And the other male gamete എന്ത് ചെയ്യും?
അതർ മെയിൽ ഗ്യാമറ്റ്. ഇപ്പോൾ 2 മെയിൽ ഗ്യാമറ്റ് ആണ് പോളൻ ട്യൂബിൽ നിന്ന് റിലീസ് ചെയ്തത് ടു ദ സൈറ്റോപ്ലാസം ഓഫ് ദ സിനർജിഡ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മെയിൽ ഗ്യാമറ്റ് അതും ഹാപ്ലോയിഡാണ്. അതിനെന്ത് സംഭവിക്കുന്നു? ദാറ്റ് മൂവ്സ് ദ 2 പോളാർ ന്യൂക്ലിയൈ. പോളാർ ന്യൂക്ലിയൈ കാണപ്പെടുന്നത് എവിടെയാണ്? പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഇൻ ദ സെൻട്രൽ സെൽ ആൻഡ് ഫ്യൂസസ് വിത്ത് ദം ടു പ്രൊഡ്യൂസ് ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. എന്താണ്? രണ്ടാമത്തെ മെയിൽ ഗ്യാമറ്റ് 2 പോളാർ ന്യൂക്ലിയൈ ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട്, ഈ പോളാർ ന്യൂക്ലിയൈ കാണപ്പെടുന്ന എവിടെയാണ്? സെൻട്രൽ സെല്ലിലാണ്. അവിടെ കാണപ്പെടുന്ന 2 പോളാർ ന്യൂക്ലിയൈ ആയിട്ട് രണ്ടാമത്തെ മെയിൽ ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യുന്നു. മെയിൽ ഗ്യാമറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡാണ്. 2 പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്നതുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്താണ്? ട്രിപ്ലോയിഡ് കണ്ടീഷനാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആസ് ദിസ് ഇൻവോൾവ്സ് ദ ഫ്യൂഷൻ ഓഫ് 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ ആൻഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പം ഇത്തരത്തിൽ 3 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയൈ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. സീൻസ് 2 types ഓഫ് fusions, syngamy, triploid fusion that take place in an embryo sac. The phenomenon is known as double fertilization. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? 2 തരത്തിലുള്ള ഫ്യൂഷൻ പ്രോസസ്സ് ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്ന ഏതൊക്കെയാണ്? ഒന്ന് മെയിൽ ഗ്യാമറ്റും എഗ് സെല്ലുമായിട്ടുള്ള ഫ്യൂഷൻ, അതിന് പറയുന്ന പേര് സിംഗമി എന്നാണ്. ഡിപ്ലോയിഡ് സെല്ലാണ് അല്ലെങ്കിൽ സൈക്കോട്ടാണ് ഫോം ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ മെയിൽ ഗ്യാമറ്റ് ഹാപ്ലോയിഡ് അത് മൂവ് ടുവേഴ്സ് ദ 2 പോളാർ ന്യൂക്ലിയൈ ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ സെൽ ആൻഡ് ഫ്യൂസസ് വിത്ത് ദം ടു പ്രൊഡ്യൂസ് triploid primary endosperm nucleus, and this type of fusion is known as triple fusion. അപ്പോൾ 2 തരത്തിലുള്ള ഫിനോമിനോൺസ് അവിടെ നടക്കുന്നുള്ളത് കൊണ്ട് ഈ ഒരു ഘട്ടത്തിന് പറയുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഘട്ടത്തിൽ നടക്കുന്ന ആ ഇവൻറ്റിന് പറയുന്നത് അല്ലെങ്കിൽ ഫിനോമിനോൺ പറയുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻ ഇവൻറ്റ് യൂണിക് ടു ഫ്ലവറിംഗ് പ്ലാന്റ്സ് and the central cell after triple fusion become the primary endosperm cell. What? Primary endosperm cell and develop into endosperm. Primary endosperm cell ആണ് പിന്നീട് എൻഡോസ്പേം ആയിട്ട് മാറുന്നത്. Primary endosperm cell and develop into endosperm and zygote develop into embryo. Zygote develops into embryo. Zygote develops into embryo. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So the answer is option C, ട്രിപ്ലോയിഡ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.